ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാളെ ഒരു തേർഡ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഒരു കാരണവശാലും പുറത്തുനിന്നൊരു പുതിയ ക്യാരക്ടർ, ഞാൻ ചെയ്തൊരു ക്യാരക്ടർ വന്നിട്ട് അതിൽ അന്നേരം ആ ദൃശ്യത്തിന്റെ ചാമ്പ് പോയി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. ദൃശ്യം 3യെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ? ബ്ലാങ്ക ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ഉണ്ടായതുകൊണ്ട് അവസരം കിട്ടുന്ന രണ്ട് മക്കള്, അൻസിബയും മറ്റേ ഈ എസ്ത്രയിലും. പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ സിനിമയിൽ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും, ഇതിന്റെ ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും. It's like a case that is closed but will never close. പക്ഷെ ഇവിടെ ജിത്തു ജോസഫ് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. ജോർജ് കുട്ടി അയാളുടെ കുടുംബത്തിനെ വിട്ടുകളയുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. പക്ഷേ ഈ കുറ്റബോധത്തിന്റെ ഭാരം അയാളെ അതിഭീകരമായി ചേസ് ചെയ്യുന്നുണ്ട്. സോ അതിനെന്താണ് സൊല്യൂഷൻ? It's like a case that is closed but will never close. എന്തായാലും കൊള്ളാം. ടീസറിൽ അധികം ഒന്നും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ ഡയലോഗ് മതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക്